ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീനാരായണ ഗുരു എന്ന ഈ തിരുമുറ്റത്ത് ഇന്ന് 8ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അവതാരമൂർത്തിയായ ഗുരു. ബ്രഹ്മാവിന്റെ മാനസപുത്രനായ വസിഷ്ഠ മഹർഷിയുടെ പരമ്പര. വസിഷ്ഠന്റെ മകൻ ശക്തി, ശക്തിയുടെ പുത്രൻ പരാശരൻ, പരാശരന്റെ പുത്രൻ വ്യാസൻ, വ്യാസന്റെ പുത്രൻ ശുകൻ എന്നറിയപ്പെടുന്ന ബാധരായണൻ. ഇങ്ങനെയുള്ള ഗുരുപരമ്പര. കടലിലെ തിര പോലെ ഒന്നുപോയി അടുത്തത് വരുന്നു. ആദ്യം വന്നത് ഏതെന്നോ അവസാനത്തേത് ഏതെന്നോ കണ്ടെത്താൻ കഴിയാത്ത പോലെ നമ്മുടെ ഗുരുപരമ്പര ഇങ്ങനെ നീണ്ടുപോകുന്നു. ഭൂമിക്ക് മൂല്യച്യുതി സംഭവിക്കുമ്പോൾ ഞാൻ എത്തും എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം രചിച്ചു കഴിഞ്ഞിട്ടും വ്യാസമഹർഷിയുടെ മനസ്സ് അശാന്തിയിൽ മുഴുകിക്കൊണ്ടിരുന്നു. എന്താണ് കാരണം? ഒരു പിടിയും ഇല്ല. ആകുലപ്പെട്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷിയുടെ വരവ്. തന്റെ വരവ് കണ്ടിട്ട് പോലും മനസ്സിന് ഒരു തെളിച്ചം കാണാതിരുന്ന വ്യാസമഹർഷിയോട് നാരദ മഹർഷി ചോദിച്ചു, പല പല ജന്മം കൊണ്ട് ചെയ്തു തീർക്കേണ്ട സകല കർമ്മങ്ങളും ചെയ്തു തീർത്തു, എന്നിട്ടും എന്തേ ആ മുഖം പ്രസാദിക്കാത്തത്? ഇത് കേട്ട വ്യാസമുനി പറഞ്ഞു, എനിക്കും ഇത് എന്താണ് കാരണമെന്ന് അറിയില്ല. അങ്ങേക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തന്നാലും. നാരദ മഹർഷി ഉടനെ ചോദിച്ചു, മഹാഭാരതത്തിൽ ഭഗവാന്റെ മഹിമയെ വേണ്ടത്ര വർണ്ണിച്ചില്ല. ആ ഒരു കുറവാണ് അങ്ങ് തിരുവുള്ളക്കേടിന് കാരണം. അതെ, അപൂർണതയാണ് അശാന്തിക്ക് കാരണം. ഈ അപൂർണതയും അശാന്തിയും നികത്താനായി ഭഗവാൻ വീണ്ടും അവതരിച്ചു. നരനായി, നാരായണനായി, പരമ്പൊരുളായി, ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായി, ഈശ്വരനായി. ഭാരതഭൂമിയുടെ തെക്കേ അറ്റത്ത് അനന്തൻ പള്ളിയുറങ്ങുന്ന മണ്ണിനടുത്തായി ചെമ്പഴന്തിയിൽ വയൽവാരം എന്ന ഭവനത്തിൽ, ചെമ്മങ്കോട് ഭവനത്തിലെ ബഹുഭാഷാ പണ്ഡിതനും കരപ്രമാണിയുമായ മാടനാശാനും മുടിയാട്ട് ഭവനത്തിലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ കൊച്ചനാശാന്റെ അനന്തരവൾ കുട്ടിയമ്മയ്ക്കും 1031 ആണ്ട് പൊന്നിൻ ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രം. ആ ദിവസം വന്നെത്തിയത് ദൈവീക കൽപ്പനയുടെ മഹാവിളംബവുമായിട്ടായിരുന്നു. കുട്ടിയമ്മയുടെ സഹോദരന്മാരായ രാമൻ വൈദ്യരും കിഴക്കേവിളയിലെ കൃഷ്ണൻ വൈദ്യരും വയൽവാരം വീട്ടിലെ സൂതീഗൃഹത്തിനടുത്ത് എത്തി. ഇരുവരും എന്തൊക്കെയോ രഹസ്യമായി ചർച്ചയും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് വയൽവാരം വീട്ടിനെ കുറിച്ചൊന്ന് പറയട്ടെ. ചെമ്പഴന്തിയിലെ വളരെ പഴക്കവും പാരമ്പര്യവുമുള്ള പേരുകേട്ട തറവാടായിരുന്നു. വീടിന്റെ വടക്കു ഭാഗത്തായി വിശാലമായ നെൽപ്പാടം. വയൽവാരത്തിന്റെ വടക്ക് ഭാഗത്ത് പാചകപ്പുരയും അതിനോട് ചേർന്ന് സ്ത്രീകളുടെ ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന ഒരു പുരയും, പടിഞ്ഞാറ് ഭാഗത്തായി ഉരൽപുരയും, തെക്ക് ഭാഗത്തായി തൊഴുത്തും, അതിനും തെക്കായി ദേവീപൂജയ്ക്കുള്ള പുരയും, കിഴക്കു ഭാഗത്തായി 2 മുറിയും ഒരു വലിയ തളവുമടങ്ങുന്ന അതിഥി മന്ദിരം, അതിനു തൊട്ട് പടിഞ്ഞാറ് വശം തെക്ക് വടക്കായി മറ്റൊരു കെട്ടിടവും, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ചുറ്റുമതിലും. കിഴക്കേ മതിലിൽ മേൽപ്പുരയോടുകൂടിയ പടിപ്പുരയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ അറിയാം വയൽവാരം വീടിന്റെ അന്നത്തെ പ്രൗഢിയും ആഢ്യത്വവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നും. എന്ന ചെമ്പഴന്തിയിൽ കാണുന്നത് അന്നത്തെ സൂതീഗൃഹം മാത്രമാണ്. ഇനി ഗുരുവിറവിയെപ്പറ്റി പറയട്ടെ. ചാണകം മെഴുകിയ സൂതീഗൃഹത്തിലെ ഒരു മുറിയിൽ പൂർണ്ണ ഗർഭിണിയായ കുട്ടിയമ്മയും അവരുടെ ശുശ്രൂഷയ്ക്കായി ഒരു പതിച്ചു തള്ളായി, അവർക്ക് വേണ്ട സഹായത്തിനായി ഏതാനും സ്ത്രീകളും സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. പണ്ട് കൊച്ചനാശാൻ പറഞ്ഞു, അതായത്
കുട്ടിക്ക് പിറക്കുന്ന കടിഞ്ഞൂൽ സന്താനം, കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയമ്മ, ലോകക്ഷേമ തൽപരനായിരിക്കുമെന്നും ആകാശം നോക്കി ഗണിതം നടത്തിയിരുന്ന കൃഷ്ണൻ വൈദ്യൻ അവിടേക്ക് വന്ന മാടനാശാനോട് പറഞ്ഞു, അമ്മാവൻ പറഞ്ഞ മുഹൂർത്തം അടുത്തു വരുന്നു. അതെ, ആ ശുഭമുഹൂർത്തത്തിൽ കുട്ടിയമ്മ ഒരാൺകുട്ടിക്ക് ജന്മം കൊടുത്തു. വായ്ക്കുരവ കേട്ട് പരിസരം മുഖരിതമായി. പക്ഷേ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. എല്ലാവർക്കും ആദിയായി. ഉണ്ണി അനങ്ങിയില്ല. കംസ നിഗ്രഹത്തിന് കൃഷ്ണൻ പിറന്നപ്പോൾ യോഗിയായി വന്നതുപോലെ ഈ കുഞ്ഞും നാടിന് രക്ഷകനായി യോഗിയായി. വയറ്റാട്ടി ഓടി വന്ന് വെളിയിൽ നിൽക്കുന്നവരോട് സങ്കടം പറഞ്ഞു. ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉണ്ട് എന്ന് മറുപടിയും കിട്ടി. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഉണ്ണി വളരാൻ തുടങ്ങി. ഉണ്ണിക്ക് നാരായണൻ എന്ന് പേരിട്ടു. നാരത്തിൽ വസിക്കുന്നവൻ നാരായണൻ. നാണു എന്ന് ഓമന പേരിട്ട് വിളിച്ചു. നാണു വിശന്നാൽ പോലും കരയില്ല. അമ്മ പാല് കൊടുത്താൽ കുടിക്കും. നാണു ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങിയ കാലം മുതൽ എന്ത് കൊടുത്താലും അടുത്ത് നിൽക്കുന്ന കാക്കയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും കൊടുത്താലേ നാണു കഴിക്കൂ. അന്നു മുതലേ എല്ലാത്തിനോടും നാണുവിന് അനുകമ്പ ഉണ്ടായി തുടങ്ങി. അമ്മ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വയ്ക്കുമ്പോൾ നാണുവും ഉറക്കമെഴുന്നേറ്റ് അമ്മയ്ക്കൊപ്പം അവിടെ ചെന്നിരിക്കും. പൂജയ്ക്കുള്ള സാധനങ്ങൾ അമ്മ കൊണ്ടുവച്ചാൽ അതെടുത്ത് തിന്നും. അതെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാണു പറയും, ഞാൻ കഴിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന്. അതെ, ആ ഈശ്വരൻ പ്രസാദിച്ചാൽ നാം എല്ലാം പ്രസാദിക്കും. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. നാണുവിന് 5 വയസ്സായി. നാണുവിനെ എഴുത്തിനിരുത്താൻ മാടനാശാനും കുട്ടിയമ്മയും കൂടി കണ്ണങ്കര ഭവനത്തിലെ മൂത്ത പിള്ളയായ നാണുപിള്ളയെ കൊണ്ട് ഹരിശ്രീ കുറിപ്പിച്ചു. അന്ന് നാരായണ പിള്ളയും കൊച്ചനാശാൻ പറഞ്ഞ അതേ വാചകം പറഞ്ഞു. നാണു സാക്ഷാൽ നാരായണനാകും. അത് കേട്ട് മാടനാശാനും കുട്ടിയമ്മയും ആനന്ദക്കണ്ണീർ പൊഴിച്ചു. അങ്ങനെ നാണുവും ഗുരുകുലത്തിലേക്ക് പോയി തുടങ്ങി. ഒരിക്കൽ നാണുവും കൂട്ടരും കൂടി വീട്ടിലേക്ക് വരവേ വഴിയിൽ വെച്ചൊരു സന്യാസിയെ കാണാനിടയായി. സന്യാസിയുടെ വേഷഭൂഷാദികൾ കണ്ട് കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ കൂകി വിളിക്കാൻ മണ്ണുവാരി എറിയാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ നാണു എല്ലാവരോടും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആരും വകവെച്ചില്ലെന്ന് മാത്രമല്ല, ഉച്ചത്തിൽ കൂവാനും തുടങ്ങി. ഇത് കണ്ട നാണു കരയാൻ തുടങ്ങി. സന്യാസി നാണുവിനെ തോളിലെടുത്തു. എന്നിട്ട് കരയേണ്ടെന്നും അവരുടെ അറിവില്ലായ്മയാണ് കൂവുന്നതെന്നും പറഞ്ഞു. നാണുവിനെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി. എന്നിട്ട് ആ സന്യാസിയും പറഞ്ഞു, ഈ കുഞ്ഞ് ലോകം അറിയുന്നവനാകും. പിന്നൊരിക്കൽ നാണു സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു പുലയക്കുടിലിൽ ആരുമില്ല. നാണു നോക്കുമ്പോൾ അരി വെന്ത് വെളിയിലേക്ക് തൂവിപ്പോകുന്നു. തീ വെളിയിലേക്ക് വന്ന് അടുത്ത് കിടക്കുന്ന ഓലയിലേക്ക് പടരാൻ തുടങ്ങി. നാണു 4 പാടും നോക്കി, ആരുമില്ല. നാണു ഓടി അകത്ത് കയറി കലത്തിലിരുന്ന വെള്ളമെടുത്ത് തീ അണച്ചു. കഞ്ഞിക്കലം ഇറക്കി താഴെ വെച്ചു. മാറിയിരുന്ന ചെറ്റയെടുത്ത് വാതിലും അടച്ചു. പക്ഷെ ഇതെല്ലാം കണ്ട കുട്ടികൾ ഓടിച്ചെന്ന് നാണുവിന്റെ വീട്ടിൽ വിവരം പറഞ്ഞു. മാടനാശാൻ ഉടനെ തന്നെ ഒരു വടിയും എടുത്ത് നാണുവിനെ കാത്തുനിന്നു. നാണു വീട്ടിലെത്തി. അകത്ത് കയറാൻ പാടില്ല. അച്ഛൻ നാണുവിനെ വിളിച്ചു. നീ പുലയച്ചാളയിൽ കയറിയോ? ഉടൻ നാണു മറുപടി പറഞ്ഞു, കയറി. മാടനാശാൻ കലിമൂത്ത് നാണുവിനെ തല്ലി. നാണു അച്ഛനോട് ചോദിച്ചു, ഞാൻ ആ കുടിലിൽ കയറി തീ അണച്ചില്ലെങ്കിൽ അവർ എവിടെ അന്തി ഉറങ്ങും? ആ കഞ്ഞി മുഴുവൻ തൂവിപ്പോയാൽ അവർ പട്ടിണിയാവില്ലേ? ആ കുഞ്ഞു വായിൽ നിന്ന് വന്ന വലിയ വാക്യം കേട്ട് മാടനാശൻ നോക്കി നിന്നു. കുടുംബത്തിൽ നാണുവിനെ ഏറെ സ്വാധീനിച്ച വ്യക്തിയായിരുന്നു മുത്തശ്ശി. ഒരിക്കൽ മുത്തശ്ശിക്ക് അസുഖം കൂടി. നാണുവിന് വിഷമമായി. അധികം താമസിയാതെ മുത്തശ്ശി മരിച്ചു. എല്ലാ പേരും അലമുറയിട്ട് വിളിയായി. പിറ്റേന്ന് നാണു നോക്കുമ്പോൾ ഇന്നലെ കരഞ്ഞവരെല്ലാം ഇന്ന് ചിരിക്കുന്നു, കഥ പറയുന്നു. ഇത് കണ്ട് നാണു ആരോടും പറയാതെ വീട് വിട്ടുപോയി. മണക്കൽ ക്ഷേത്രത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ പോയിരുന്നു. കുഞ്ഞിനെ കാണാതെ എല്ലാ പേരും തിരക്കി നടന്നു. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. വഴിയെ പോയ ഒരാൾ പറഞ്ഞു, കുറ്റിക്കാട്ടിൽ ഒരു കുഞ്ഞൊറ്റയ്ക്കിരിക്കുന്നത് കണ്ടെന്ന്.
എല്ലാവരും കൂടി ചെന്ന് നാണുവിനെ എടുത്തു കൊണ്ടുവന്നു. നീ എന്തിനാണ് വീട് വിട്ടു പോയതെന്ന് ചോദിച്ചപ്പോൾ നാണുവിന്റെ മറുപടി, നിങ്ങൾക്ക് മുത്തശ്ശിയോട് എത്ര സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ നാണു വളർന്നു ഏത് കാര്യം കേട്ടാലും അപ്പോൾ തന്നെ അത് മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു. അച്ഛനെ കൃഷിയിൽ സഹായിക്കാൻ കൂടി. ആ ഇടയ്ക്ക് നാടെങ്ങും വരൾച്ച ബാധിച്ചു. എല്ലാ പേരുടെയും കൃഷിയും നശിച്ചു. അങ്ങനെയാണ് നാണു സ്വന്തമായി ഒരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇത് കണ്ട എല്ലാവരും നാണുവിനെ പരിഹസിച്ചു. എങ്ങും വെള്ളമില്ല, നീ കുഴിച്ചാൽ വെള്ളം കിട്ടും. പക്ഷെ നാണു കുളം കുഴിച്ചു. അധികം ആഴമില്ലാതെ വെള്ളം വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. നാടിന് കുടിവെള്ളത്തിന് എല്ലാവരും നാണുവിന്റെ കുളത്തിനെ ആശ്രയിച്ചു. ഇന്നും ആ കുളം വറ്റാതെ നിൽക്കുന്നു. ഒരിക്കൽ കൃഷ്ണൻ വൈദ്യർക്ക് സ്നേഹിതന്റെ ഒരു കത്ത് വന്നു. സംസ്കൃതമായിരുന്നത് കൊണ്ട് എത്ര വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവസാനം അത് നാണുവിനെ കാണിക്കാൻ തീരുമാനിച്ചു. നാണു ഒറ്റ വായനയിൽ തന്നെ അതിന്റെ അർത്ഥം അമ്മാവന് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട വൈദ്യന് നാണുവിനെ ഉപരിപഠനത്തിന് അയക്കണമെന്ന് തോന്നി. അങ്ങനെ പല സ്ഥലങ്ങളും അന്വേഷിച്ചപ്പോൾ കായംകുളത്ത് പുതുപ്പള്ളിയിൽ കുമ്മമ്പിള്ളി രാമൻപിള്ള ആശാന്റെ അടുക്കൽ എത്തിക്കാൻ തീരുമാനിച്ചു. ഇവിടെ വെച്ചാണ് വർക്കല മാഹാത്മ്യത്തെക്കുറിച്ച് നാണു അറിയുന്നത്. ഈ കളരിക്കടുത്തായി വളരെ പേരുകേട്ട ഒരു ഭവനമുണ്ട്. അതാണ് വാരണപ്പള്ളി തറവാട്. ഇവിടെയാണ് നാണു താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് ശ്രീകൃഷ്ണ ദർശനം കിട്ടുന്നത്. നാണു ആദ്യമായിട്ട് കളരിയിൽ ചെന്നു. എല്ലാ കുട്ടികളെയും പോലെ നാണുവും ബെഞ്ചിൽ കയറിയിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ബഹളമുണ്ടാക്കി. അയിത്ത ജാതിയിൽപ്പെട്ട നീ ഇവിടെ ഇരിക്കാൻ പാടില്ല, പുറകിൽ ഇട്ടിരിക്കുന്ന ഓലക്കീറിൽ പോയി ഇരിക്കണം. ഒരു മടിയുമില്ലാതെ നാണു ഓലക്കീറിൽ പോയി ഇരുന്നു. എന്നിട്ട് വാദ്യാരോട് ചോദിച്ചു, ഇനി എവിടുന്നാണ് ശ്വാസം എടുക്കേണ്ടത്? ഇവിടുത്തെ സതീർത്ഥ്യനായിരുന്ന പെരുനെല്ലി കൃഷ്ണന്റെ വീട്ടിൽ വെച്ചാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ ആദ്യമായി കാണുന്നത്. അതിനുശേഷം ഇവർ ഉറ്റ തോഴരായി മാറി. ചട്ടമ്പി സ്വാമിയാണ് അയ്യാവു സ്വാമികളുടെ അടുത്ത് എത്തിക്കുന്നതും അവിടെ നിന്ന് യോഗാഭ്യാസം ചെയ്യുന്നതും. ഘടം, നൗളി, ഖേജരി മുദ്ര പോലും നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന നാണുവിനെ ആശാൻ തപസ്സനുഷ്ഠിക്കാൻ ഉപദേശിക്കുന്നു. അങ്ങനെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് മരുത്വമലയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നും ആത്മജ്ഞാനം നേടി പൂർണ്ണനായി. അടുത്ത യാത്ര നേരെ അരുവിപ്പുറത്തേക്കായി. ഇവിടെ നിന്നാണ് ആദ്യ ശിഷ്യനായ കൊച്ചപ്പി പിള്ളയെ കാണുന്നത്, അതായത് ശിവലിംഗദാസ സ്വാമിയെ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശങ്കരാചാര്യ സ്വാമികൾ പൂജിച്ച ശങ്കരലിംഗം ജലസമാധിയായി കിടക്കുന്നത് ജ്ഞാനദൃഷ്ടിയാൽ കണ്ട് അതെടുത്ത് 1888 ശിവരാത്രി നാളിൽ അധകൃതരായ ഈ ജനതയ്ക്ക് പൂജിക്കാനും അയിത്തം നിമിത്തം അവഗണിക്കപ്പെട്ടു കിടക്കുന്ന പൊതുജനത്തിന് പുതുജീവൻ നൽകുവാനും ഭഗവാൻ ശിവപ്രതിഷ്ഠ നടത്തി. അറിവില്ലായ്മയാണ് മനുഷ്യനെ ആഴിയിലേക്ക് താഴ്ത്തുന്നതെന്നറിഞ്ഞ് ഗുരു അവർക്ക് വേണ്ടി അറിവിന്റെ ദേവതയായ ശാരദാമ്മയെ പ്രതിഷ്ഠിച്ചു, അതായത് സരസ്വതി ദേവിയെ. 33 വയസ്സിൽ സമാധിയായ യോഗി 73 വയസ്സിൽ മഹാസമാധിയായി ഭാസിൽ രമിക്കുന്ന ഭാരതം എന്നും ഭാസുരമാക്കി. ഭൂമി എന്ന ഈ ഗോളം എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം ഈ ഓങ്കാരം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശാന്തി ശാന്തി ശാന്തി. ആത്മസഹോദരങ്ങളെ, എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. നമുക്ക് സമയപരിധിയുള്ളത് കൊണ്ടാണ് ഇത്രയും ചുരുക്കി ഭഗവാന്റെ ജന്മരഹസ്യം പറഞ്ഞത്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഗുരുവോ